എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സജീന അസ്ലം. ഞാൻ ജന്ന അസ്ലം. അസ്സലാമു അലൈക്കും. ഒരു ദിനം ഒരു പേജ് തഫ്സീറോട് കൂടിയ ഖുർആൻ പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്ന് പാരായണം ചെയ്യുന്നത് അധ്യായം 9 സൂറത്ത് തൗബ, പേജ് നമ്പർ 188, 7 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كيف يكون للمشركين عهد عند الله وعند رسوله إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين. എങ്ങനെയാണ് മുശ്രിക്കുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കലും അവന്റെ റസൂലിന്റെ അടുക്കലും ഒരു കരാർ ഉണ്ടാകുന്നത്? നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ അടുക്കലും വെച്ച് കരാർ നടത്തിയവർക്കല്ലാതെ. എന്നാൽ അവർ നിങ്ങളോട് ചൊവ്വിന നിലകൊള്ളുമ്പോൾ നിങ്ങൾ അവരോട് ചൊവ്വിന നിലകൊള്ളുവിൻ. നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. എങ്ങനെയാണ് അവർക്ക് കരാർ ഉണ്ടായിരിക്കുക? നിങ്ങളുടെ മേൽ അവർ പ്രത്യക്ഷപ്പെടുന്ന പക്ഷം നിങ്ങളെ പറ്റി കുടുംബ ബന്ധമാകട്ടെ ബാധ്യതയാകട്ടെ അവർ കാത്തു സൂക്ഷിക്കുകയില്ല. അവരുടെ വായ കൊണ്ട് അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തും. അവരുടെ ഹൃദയങ്ങൾ വെറുക്കുകയും ചെയ്യും. അവരിൽ അധിക പേരും തോന്നിയവാസികളുമാകുന്നു. اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله إنهم ساء ما كانوا يعملون. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് അവർ അല്പമായ വില വാങ്ങി. അങ്ങനെ അവന്റെ മാർഗത്തിൽ നിന്ന് അവർ തടഞ്ഞു. നിശ്ചയമായും അവർ പ്രവർത്തിച്ചു വരുന്നത് വളരെ ചീത്ത. لا يرقبون في مؤمن إلا ولا ذمة وأولئك هم المعتدون. ഒരു സത്യവിശ്വാസിയെ പറ്റിയും കുടുംബ ബന്ധത്തെയാകട്ടെ ബാധ്യതയാകട്ടെ അവർ കാത്തു സൂക്ഷിക്കുകയില്ല. അക്കൂട്ടർ തന്നെയാണ് അതിക്രമികളും. فإن تابوا وأقاموا الصلاة وآتوا الزكاة وإخوانكم في الدين ونفصل الآيات لقوم يعلمون. എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും. അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം ആയത്തുകൾ വിശദീകരിക്കുകയാണ്. وَإِنْ نَكَثُوا أَيْمَانَهُمْ مِنْ بَعْدِ عَهْدِهِمْ وَطَعَنُوا فِي دِينِكُمْ فَقَاتِلُوا أَئِمَّةَ الْكُفْرِ إِنَّهُمْ لَا أَيْمَانَ لَهُمْ لَعَلَّهُمْ يَنْتَهُونَ. അവരുടെ കരാറിന് ശേഷം അവർ അവരുടെ ശപഥങ്ങളെ ലംഘിക്കുകയോ നിങ്ങളുടെ മതത്തിൽ കുത്തിപ്പറയുകയും ചെയ്തുവെങ്കിലോ അപ്പോൾ അവിശ്വാസത്തിന്റെ നേതാക്കളോട് നിങ്ങൾ യുദ്ധം നടത്തുവിൻ. നിശ്ചയമായും അവർ അവർക്ക് ശപഥങ്ങളെയില്ല. അവർ ഒട്ടും വില കൽപ്പിക്കാറില്ല. അവർ വിരമിച്ചേക്കാം. ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين. സത്യവിശ്വാസികളെ, തങ്ങളുടെ ശപഥങ്ങളെ ലംഘിക്കുകയും റസൂലിനെ നാട്ടിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു ജനതയോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൂടെ? അവരാണ് നിങ്ങളോട് ആദ്യ പ്രാവശ്യം തന്നെ ആക്രമണം തുടങ്ങിയിട്ടുള്ളതും. എന്നിരിക്കെ അവരെ നിങ്ങൾ ഭയപ്പെടുകയോ? എന്നാൽ അല്ലാഹു അത്രേ നിങ്ങളെ ഭയപ്പെടുവാൻ ഏറ്റവും അർഹനായുള്ളവൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.